പൂജ്യ ഗുരുജിക്ക് ദേശം മുഴുവൻ അത്ഭുതകരമായ സ്വീകരണങ്ങളാണ് ലഭിച്ചത്. BBC പറഞ്ഞു, ദേശത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഒരു പുതിയ നക്ഷത്രം ജ്വലിച്ചുയർന്നിരിക്കുന്നു. കോൺഗ്രസിൽ ലയിക്കാനുള്ള സർദാർ പട്ടേലിന്റെ ആഹ്വാനം ഗുരുജിയെ ആകർഷിച്ചില്ല. 4 ദിക്കിലും അലയടിച്ച അന്തരീക്ഷത്തിന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാനായില്ല. അതിസങ്കീർണവും വിഘടിതവുമായ പരിതസ്ഥിതിയിൽ ശ്രീ ഗുരുജി നാം 105 പേരെന്ന ആ യുക്തിസഹമായ ചിന്തയാൽ സഹകരണത്തിന്റെ ഹസ്തം നീട്ടി. സംഘശാഖയ്ക്ക് വീണ്ടും ശുഭാരംഭമായി. ആയിരത്തി 1948 മുതൽ 1950 വരെയുള്ള കാലയളവിൽ നിരന്തരമായ പരിശ്രമത്താലും കുടുംബ പ്രാരബ്ധത്താലും നിരവധി കാര്യകർത്താക്കൾ ക്ഷീണിതരായി തീർന്നു. ഗാന്ധി ഹത്യയിൽ സംഘകാര്യം 20 വർഷം പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഗുരുജിയുടെ പ്രസ്താവന സംഘകാര്യകർത്താക്കളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. പരമപൂജ്യ ഗുരുജി എല്ലാ സഹപ്രവർത്തകരെയും ഒന്നിച്ചുകൂട്ടി. രാഷ്ട്രഭക്തിയാൽ പ്രേരിതനും ശുദ്ധചാരിത്ര്യവും നിസ്വാർത്ഥ ഭാവനയാലും പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കളെ നിർമ്മിക്കുന്ന സംഘശാഖയുടെ മൂലമന്ത്രത്തെ ഓർമ്മിപ്പിച്ചു. ലോകത്തിന്റെ രംഗവേദിയിൽ ഓരോ വ്യക്തിക്കും തന്റേതായ കർത്തവ്യം സർവോത്കർഷമായ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യത്തിന്റെ പൂർണ്ണത ദൃശ്യമാകൂ എന്ന് പറഞ്ഞ് സഹജവും സുന്ദരവുമായ ഉദാഹരണത്താൽ ഗുരുജി എല്ലാവരിലും ഉത്സാഹം നിറച്ചു. ശാഖയ്ക്ക് പുറമെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സ്വയം സേവകരെത്തിപ്പെട്ടു. രാഷ്ട്രത്തിന്റെ സർവാംഗീണ രൂപരേഖ തെളിഞ്ഞുവരാൻ തുടങ്ങി. ജനങ്ങളുടെ പ്രക്ഷോഭം, സ്വാവലംബനം, അതുപോലെ പരസ്പര ഏകാത്മഭാവത്തിനും മഹത്വം നൽകപ്പെട്ടു. സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുഷിച്ച ചിന്തകളും അനാചാരങ്ങളും നിഷ്കാസനം ചെയ്യാനായി ഗുരുജി ആഹ്വാനം ചെയ്തു, പ്രേരിപ്പിച്ചു. വിവിധങ്ങളായ മഠങ്ങൾ, സമ്പ്രദായങ്ങൾ എന്നിവയുടെ ആചാര്യന്മാരുടെയും മറ്റു സന്യാസിമാരുടെയും സഹായത്താൽ ഇന്നത്തെ ഈ അനാചാരത്തെ ദൂരത്തെറിയാൻ കഴിയും, സമൂഹത്തെ ഒരു ഏകമാത്ര ജീവസത്തയാക്കാനാകും എന്ന ചിന്താധാരയാൽ പ്രേരിതനായി ഗുരുജി 1964 വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാപിച്ചു. 1948 സംഘത്തിനുമേൽ നിരോധനം അടിച്ചേൽപ്പിച്ച ഭരണകൂടത്തിന് അവസാനം സംഘത്തിന്റെ ശ്രേഷ്ഠതയെ അംഗീകരിക്കേണ്ടതായി വന്നു. 15 വർഷത്തിനു ശേഷം 1963 പണ്ഡിറ്റ് നെഹ്റുവിന് റിപ്പബ്ലിക് ദിന പരേഡിൽ സംഘത്തെ സമ്പൂർണ്ണ ഗണവേഷത്തോടെ പങ്കെടുക്കുന്നതിനായി ക്ഷണിക്കേണ്ടി വന്നു. നെഹ്റു പറഞ്ഞു, സ്വയം സേവകർ മാത്രമാണ് യഥാർത്ഥ ദേശഭക്തർ. നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. ഭാരതമാത നമ്മുടെ മാതൃഭൂമിയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരേ ചൈതന്യം തന്നെയാണ് പ്രവഹിക്കുന്നത്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്. അതിന്റെ ഭവ്യവും പുണ്യവും സ്വതന്ത്രവും സമൃദ്ധവുമായ ജീവിതം പുനഃസംഘടിപ്പിക്കുകയാണ് നമ്മുടെ ദൗത്യം. ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം കാര്യങ്ങൾ ചെയ്യുന്നത്. പൂജ്യ ഗുരുജി ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഞാൻ പറയുന്നു എന്നതിനാൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. മനസ്സിൽ ഒരു ഭാരവുമില്ലാതെ സ്വയം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യൂ. ഈ ചിരന്തന പ്രകാശത്തിൽ മാർഗദർശനം നൽകിക്കൊണ്ട് ആ ബൈഠക് സമാപിച്ചു. മേം നഹി തൂഹി. ഇത് പരമപൂജനീയ ഗുരുജിയുടെ ജീവിത ദർശനമാണ്. തൂ എന്നാൽ സംഘം, സമാജം, ഭഗവാൻ, ഇവ രണ്ടും ഒന്നാണ്. മേം നഹി തൂഹി. ഞാനല്ല, നീ തന്നെ.